Hi friends, welcome to Zeb's Food Court. ഇന്ന് നമ്മൾ ഇവിടെ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി പരിചയപ്പെടാം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ബിരിയാണി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഉപയോഗിക്കാം. ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്യാതെയാണ് ചേർക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനത് മഞ്ഞൾപ്പൊടി ചേർക്കാതെ തൈരും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ തൈരാണ് 1 കിലോ ചിക്കനിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഞാൻ ഇത് ലാസ്റ്റ് ഇതേപോലെ തന്നെ മസാലയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 1 മണിക്കൂർ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടാതെ ആവശ്യത്തിന് ഉപ്പും ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ 1/2 ടീസ്പൂൺ കുറച്ചൊന്ന് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് മസാലയിലേക്ക് ചേർക്കുമ്പോൾ ഇതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കാരണം ഇതും കൂടെ വരുമ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ശരിക്കാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയിലേക്ക് മസാല ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് കുഴച്ച ശേഷം ഇതേപോലെ വെച്ച ശേഷം വേണമെങ്കിൽ ബിരിയാണി ചെയ്യാം. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. മസാല വാട്ടി തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 6 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് മസാല ഉണ്ടാവും. പിന്നെ ഒരു 3 മീഡിയം സൈസ് തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില പുതിനയില. അത് ഞാനിവിടെ കുറച്ച് മസാലയിലേക്കും ബാക്കി കുറച്ച് നമുക്ക് ബിരിയാണി ദം ചെയ്യുമ്പോഴും വേണം. അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോ പിടി മതിയാവും നമുക്ക് മസാലയിലേക്ക്. പിന്നെ ഞാനൊരു വലിയ കൂട് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 പച്ചമുളക്. ഞാൻ എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 8 പച്ചമുളക് എടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 എണ്ണം മതിയാവും. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകണ്ട, നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് ലെമൺ ജ്യൂസ് വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, തൈര് വേണം, പെപ്പർ പൗഡർ വേണം, മഞ്ഞൾപ്പൊടി വേണം, ഒരു 2-3 ടീസ്പൂൺ ഗരം മസാല വേണം. ഞാനത് ചേർക്കുന്നതിനനുസരിച്ച് എത്രയാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. കൂടാതെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. വെറും 1 ടീസ്പൂൺ മതിയാവും, കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഓയിൽ വേണം. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് നെയ്യ് വേണം. ഞാനിവിടെ സാധാരണ അമുലിൻ്റെ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വനസ്പതി വേണമെങ്കിൽ ഡാൽഡ മറ്റേ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഹെൽത്ത് വൈസ് മറ്റേതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമുക്ക് സവാള ഞാൻ കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയും നമ്മൾ അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാനിവിടെ കൈമ റൈസിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെയുള്ള ലോങ് ഗ്രെയിൻ റൈസ്, നമ്മുടെ ബസ്മതി റൈസ് യൂസ് ചെയ്തും ചെയ്യാം. അതാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ കഴുകി കുതിർത്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. കൈമ റൈസ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ വേവും. പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ്, ഒരു 2 ടീസ്പൂൺ ക്യാരറ്റ് വേണം. ഇനി നമുക്കിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ചൂടായ പാനിലേക്ക് നമ്മുടെ എടുത്തു വെച്ചുള്ള നെയ്യും അല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ സവാള ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് റൈസിൻസും അവസാനം ചേർത്ത് കൊടുത്ത് കോരിയെടുക്കാം. ഇത് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കശുവണ്ടി ഞാൻ അതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ തന്നെ റൈസിൻസ് ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ സെല്ല് ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് കോരിയെടുക്കാം. റൈസിൻസ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് മാറ്റിയ ശേഷം അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഞാനൊരു സവാളയാണ് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് കുറച്ച് നമ്മൾ ദം ചെയ്യുമ്പോൾ ചേർക്കും. അവസാനം
സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ അധികം നേരം ഒന്നും വെക്കേണ്ട. പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റുക. കൂടുതൽ കരിഞ്ഞു പോയാണെങ്കിൽ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ബിരിയാണിയുടെ. അതുകൊണ്ടാണ് പെട്ടെന്ന് മാറ്റണം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഉണ്ട്. ആ സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞാനിതേ എണ്ണയിൽ തന്നെ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കായും ഒരു കഷ്ണം കറുവപ്പട്ടയും 4-5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. 4 കപ്പ് അരിയിലേക്ക് ഞാനൊരു 6 മുതൽ 7 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ റൈസ് കറക്റ്റ് കുക്ക് ആവുകയുള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അതേപോലെ തന്നെ നമ്മുടെ ചോറിന് ആവശ്യമുള്ള ഉപ്പിനേക്കാൾ കുറച്ചൊന്ന് കൂടുതലായിട്ട് വെള്ളത്തിന് തോന്നണം. ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുള്ളത്. ഇനി നമുക്കതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസ് ആയതുകൊണ്ട് അധികം നേരം കുതിർത്ത് വെച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ കഴുകി ഊറ്റിയെടുത്തതാണ്. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ എന്നോട് ഇതിൻ്റെ മുന്നേ നമ്മൾ ഏലക്കായൊക്കെ ഇട്ടപ്പം ചേർക്കാൻ മറന്നു പോയതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജ് ചേർത്തത്. കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാണ്. കാരണം ഇത് ചേർക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ചൊരു റോസ് എസൻസ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ചോറിന് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതേപോലെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ചൂടിൽ തന്നെ ചോറ് കുക്കായിക്കോളും. അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആയാൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് കണക്കാക്കിയിട്ട് വേണം ഇതിൽ ചേർക്കാൻ. കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, ഞാനൊരു 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അളവ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ നേരത്തെ അതിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് വഴറ്റിയ ശേഷം ഉള്ളിയൊക്കെ നന്നായി വഴന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ശരിക്കും അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം വഴറ്റുന്നുണ്ട്. ഇനി നന്നായി വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് എരിവ് നോക്കിയ ശേഷം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഓവറായിട്ട് കുക്കാവണ്ട. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. പക്ഷെ തക്കാളി നമുക്കൊരു 75% കുക്കാവുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റേജിൽ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർക്കാം. ഞാനൊരു കൈ നിറയെ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഒരു 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെയാണ് ചേർക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ്. ഇനി നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഈ ചിക്കൻ ചേർക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. നമ്മളൊരു 75%ഓളം തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട്. ആ സമയം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ സമയം തന്നെ നമുക്ക് അതിൻ്റെ ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും വേണമെന്നുള്ളത് ചെക്ക് ചെയ്യാം. കാരണം തൈര് കൂടെ അതിനകത്തേക്ക് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കന് ചേർത്തിട്ടുള്ള തൈരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ അതിൽ ചേർക്കും. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് വേണമെങ്കിൽ തൈര് ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തൈരും വേണമെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് കുറച്ച് നമ്മളൊരു 5-8 മിനിറ്റ് വേവിച്ച ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ദം ചെയ്യാവുന്നതാണ്. ഇപ്പം കുറച്ച് അതിൻ്റെ അകത്തുനിന്ന് ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് കാണാം. ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ടെൻഷൻ ആവേണ്ട. കറി പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ചോറിൻ്റെ അകത്തേക്ക് ആവിയൊക്കെ കയറി കഴിയുമ്പോൾ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലയിൽ വെള്ളം ഒട്ടും ഉണ്ടാവില്ല. നമ്മൾ ദം ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള വെള്ളമൊക്കെ മുകളിലേക്ക് ആവിയായിട്ട് പോയിട്ടുണ്ടാവും.
ഇപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പുളി ഉപ്പൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മൊത്തത്തിലൊരു അര ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചോറിനേക്കും മസാലയിലേക്കും കൂടി അത്ര ആവശ്യം വന്നിട്ടുള്ളൂ. ഞാൻ തക്കാളി അത്യാവശ്യം ചേർത്തുകൊണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഫോയിൽ പേപ്പർ വാഴയിലങ്ങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ വെക്കേണ്ട, പക്ഷേ നമുക്ക് ചോറ് അതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നമുക്കിനി അടുപ്പിൻ്റെ മുകളിലേക്ക് ചെറിയൊരു തട്ട് നമ്മൾ അടിയിൽ വെക്കുന്ന അതുപോലെയുള്ള തട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് അല്ലെങ്കിൽ പഴയൊരു മൂടി അങ്ങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ മസാലയുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചോറിലേക്ക് നന്നായിട്ട് മസാലയിൽ നിന്നുള്ള ആവി കയറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചോറിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അല്പം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സവാള, ക്യാരറ്റ്, കാഷ്യൂനട്ട്, റൈസിൻസ്, പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, മല്ലിയില, പുതിനയില, കുറച്ച് ഗരം മസാല, അല്പം റോസ് വാട്ടർ, ഞാനൊരു 2 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അല്പം നെയ്യ് ഞാൻ ഉരുക്കി ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. നിങ്ങൾക്ക് ഞാൻ അല്ലാതെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യിൻ്റെ അളവ് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കാരണം ഓയിലി ആയിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ലെയറും കൂടെ ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ, മല്ലിയില, പുതിനയില എല്ലാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കശുവണ്ടിയും മുന്തിരിയും ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് സീൽ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതേപോലെ മൈദ കുഴച്ചെടുത്ത് നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് സീൽ ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു അരമണിക്കൂറാണ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലെ മൈദ ഉപയോഗിച്ച് സീൽ ചെയ്തെടുത്താണ്. അതിൻ്റെ മുകളിൽ കുറച്ചൊരു വെയിറ്റും വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് എന്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മിക്കുട്ടിയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ എടുത്ത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനതിൻ്റെ സീലൊന്ന് പൊളിച്ച് നോക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊളിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാനിത് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് അതിൻ്റെ മസാലയിൽ നിന്നുള്ള ആവി മുകളിലേക്ക് വരുന്നുണ്ട്. ചോറിലേക്ക് തന്നെ നല്ല യെലോയിഷ് കളർ വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ കളർ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മസാലയുള്ള ഭാഗം കൂടുതലുള്ള ഭാഗം അല്ലാത്ത ഭാഗമായിട്ട് ശരിക്കും മിക്സ് ആക്കി എടുക്കണം. എങ്കിലേ നന്നായിട്ട് അതിൻ്റെ ചോറിന് എല്ലാ ഭാഗത്തും അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മളൊരു സൈഡിൽ നിന്ന് മാത്രം എടുത്തു തുടങ്ങിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ സുഖമായിരിക്കും. ഓരോ സൈഡായിട്ട് എടുത്തു തുടങ്ങിയാൽ മതി. ഇനി ഞാൻ അല്പം ബാക്കിയുള്ള ചോറ് ഞാൻ അതൊന്നും മാറ്റുന്നില്ല. മസാലയിൽ തന്നെ മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതേപോലെ കിട്ടും. അതുപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ നിങ്ങൾക്ക് കാണാം, മൊത്തം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാനിതിനി ഒരു സെർവിങ് പോട്ടിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത് വെച്ച സവാള, കശുവണ്ടി, മുന്തിരി ഇവ കൂടെ ചേർത്തിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.